ഇനിയൊരു ജന്മം കൂടി. നോവൽ തുടർച്ച. അധ്യായം 21. കോള് കട്ട് ചെയ്തിട്ട് വിദ്യ ചന്ദ്രശേഖരൻ്റെ അടുത്തേക്ക് ചെന്നു. അച്ഛാ, എൻ്റെ കൂടെ ഒന്ന് വരുമോ? പത്രപാരായണത്തിലായിരുന്ന ചന്ദ്രശേഖരൻ മകളെ നോക്കി. എങ്ങോട്ട്? ആദ്യം CI ഓഫീസിലേക്ക്, പിന്നെ ശാരദാസ് വസ്ത്രവിഹാറിലേക്ക്. ചന്ദ്രശേഖരന് ആശ്ചര്യമായി. വിദ്യയുടെ മുഖത്തും പക്ഷേ ഒരു ദൃഢനിശ്ചയത്തിൻ്റെ കനൽപ്പൂ വിടർന്നിരുന്നു. ഇനിയൊരു യുദ്ധത്തിന് തയ്യാറാണെന്ന് വിളിച്ചറിയിക്കുന്ന ധൈര്യം അവളുടെ കണ്ണുകളിൽ തെളിഞ്ഞു നിന്നു. പക്ഷെ ആരോട് എന്ന ചോദ്യം ചന്ദ്രശേഖരൻ്റെ ഉള്ളിൽ മുഴങ്ങി. അധ്യായം 34. ശാരദാസ് വസ്ത്രവിഹാർ സജീവമായി കഴിഞ്ഞിരുന്നു. ഷോപ്പിനുള്ളിൽ ധാരാളം കസ്റ്റമേഴ്സ്. പാർക്കിംഗ് ഏരിയയിൽ ഏതാനും വാഹനങ്ങൾ കൂടി കയറ്റിയിടാനുള്ള സ്ഥലമേ അവശേഷിച്ചിരുന്നുള്ളൂ. ഗോവിന്ദക്കുറുപ്പ് രാഹുലിൻ്റെ ക്യാബിനിൽ റിവോൾവിംഗ് ചെയറിൽ ചാരിക്കിടന്ന് ചെറിയൊരു മയക്കത്തിലായിരുന്നു. പലതരം ഗുളികകൾ കഴിക്കാനുണ്ട്. ഷുഗറിൻ്റെ രാവിലത്തെ ഗുളിക കഴിച്ചാൽ പിന്നെ ഒരു ക്ഷീണമാണ്. വൈശാഖ് ക്യാബിനിലേക്ക് കയറി വന്നു. അച്ഛാ, ഒന്ന് എഴുന്നേറ്റേ. അയാൾ വിളിച്ചപ്പോൾ വൃദ്ധൻ ഉറക്കം മുറിച്ചതിന് അസ്വസ്ഥതയോടെ മകനെ നോക്കി. ലോക്കറിൻ്റെ കീ എടുക്ക്. ബാങ്കിൽ നിന്നും വിളിച്ചു. തിരക്ക് കുറഞ്ഞത്രേ. ഇപ്പോൾ ചെന്നാൽ വേഗം ഡിപ്പോസിറ്റ് ചെയ്തിട്ട് പോരാം. ഗോവിന്ദക്കുറുപ്പ് മേശവലിപ്പ് തുറന്ന് രാഹുലിൻ്റെ സ്വകാര്യ ലോക്കറിൻ്റെ ചാവി എടുത്തു കൊടുത്തു. വൈശാഖ് അത് വാങ്ങി ഇടതുവശത്തെ ചെറിയ ഡോർ തുറന്ന് അകത്തെ ഇടുങ്ങിയ മുറിയിലേക്ക് കയറി. അവിടെയാണ് സേഫ് വച്ചിരിക്കുന്നത്. കഴിഞ്ഞ 5 ദിവസങ്ങൾ തുടർച്ചയായി ബാങ്ക് അവധിയായിരുന്നു. വിറ്റുവരവും തുക മുഴുവൻ ലോക്കറിനുള്ളിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇന്നത് വൈശാഖിൻ്റെയും ഗോവിന്ദക്കുറുപ്പിൻ്റെയും സ്വകാര്യ അക്കൗണ്ടിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്യുവാനാണ് തീരുമാനം. മുരളീകൃഷ്ണനുമായി നടത്തിയ മീറ്റിങ്ങിന് ശേഷം ഒരാഴ്ചയോളം വൈശാഖും ഗോവിന്ദക്കുറുപ്പും ശാരദാസിലേക്ക് വരാൻ മടിച്ചതാണ്. വിദ്യയുടെ പേരിൽ ടെക്സ്റ്റൈൽസ് എഴുതി കൊടുത്തു എന്നത് പറഞ്ഞത് ശരിയാണെങ്കിലും ഇനി അവിടേക്ക് പോകുന്നതിൽ അർത്ഥമില്ലെന്ന് അവർ വിചാരിച്ചിരുന്നു. എന്നാൽ ആഴ്ച 1 കഴിഞ്ഞിട്ടും ആരും അധികാരം ഏറ്റെടുക്കാൻ വന്നില്ല എന്ന് ശാരദാസിൽ അവർ നിയമിച്ചിരുന്ന മാനേജർ വിളിച്ചു പറഞ്ഞതോടെ ഗോവിന്ദക്കുറുപ്പും വൈശാഖും സംശയത്തിലായി. മുരളീകൃഷ്ണൻ വെറുതെ പറഞ്ഞതാവുമോ? 2 ദിവസം കൂടി കഴിഞ്ഞതോടെ ഗോവിന്ദക്കുറുപ്പ് തീർച്ചപ്പെടുത്തി. ഇതവൻ നമ്മളെ കബളിപ്പിക്കാനായി പറഞ്ഞതാ. നിന്നെ പിരിച്ചയക്കാഞ്ഞപ്പോൾ തന്നെ എനിക്ക് സംശയമുണ്ടായിരുന്നു. നീ പോയാൽ വേറെ ആരാ വൈശാഖെ മാനേജറായി ഇരിക്കാനുള്ള സാമർഥ്യമുള്ളവൻ? ഇനിയെങ്കിലും തട്ടിപ്പുകളൊക്കെ കാണിക്കാതെ മര്യാദയ്ക്ക് നീ ജോലി ചെയ്യണം. അതിനാണ് ഈ ഉമ്മാക്കി കാണിച്ച് ഭയപ്പെടുത്തിയത്. ധൈര്യമായി നീ ടെക്സ്റ്റൈൽസിലേക്ക് പോടാ. വൃദ്ധൻ മകനെ ധൈര്യപ്പെടുത്തി. വൈശാഖിൻ്റെ മുൻപിലും വേറെ വഴികളൊന്നുമില്ലായിരുന്നു. താമസിക്കുന്ന വീടിൻ്റെ വാടക കൊടുക്കണമെങ്കിൽ പോലും ശാരദാസിൽ ചെന്നേ പറ്റൂ. മാത്രമല്ല, കോട്ടയത്ത് അഡ്വാൻസ് കൊടുത്തിട്ട സ്ഥലത്തിൻ്റെ ബാക്കി തുക 1 വർഷം കൊണ്ട് അടച്ചു തീർത്തില്ലെങ്കിൽ ഇതുവരെ തട്ടിച്ചും വെട്ടിച്ചും അധ്വാനിച്ചും ഉണ്ടാക്കിയത് സകലതും വെള്ളത്തിൽ വരച്ച വരയാകും. എല്ലാത്തിനും ശാരദാസിൽ കയറുക എന്നൊരു വഴി മാത്രമേ മുന്നിലുള്ളൂ. ആ തിങ്കളാഴ്ച മുതൽ വൈശാഖ് രണ്ടും കൽപ്പിച്ചു നിന്ന് ടെക്സ്റ്റൈൽസിൽ കയറി. അയാളുടെ കസേര അവിടെ ഭദ്രമായി ഉണ്ടായിരുന്നു. മാനേജർമാരോ സ്റ്റാഫുകളോ പോലും മുരളീകൃഷ്ണൻ്റെ പുതിയ തീരുമാനത്തെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല. വൈശാഖ് ഒരാഴ്ച തികച്ചതോടെ ഗോവിന്ദക്കുറുപ്പിന് ശാരദാസിൽ കയറാൻ ധൈര്യമായി. ഒരു കാര്യം പറയാം, ഇവിടെ നിൽക്കുന്ന സമയം കൊണ്ട് പരമാവധി തുക നമ്മുടെ അക്കൗണ്ടിൽ ഇട്ടേക്കണം. ഇറങ്ങേണ്ടി വന്നാലും തെണ്ടാനുള്ള സാഹചര്യം ഉണ്ടാക്കരുത്. ഗോവിന്ദക്കുറുപ്പിൻ്റെ നിർദ്ദേശമനുസരിച്ച് വൈശാഖ് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. കയ്യിൽ കരുതിയിരുന്ന ഷൂട്ട് കേസിലേക്ക് വൈശാഖ് ലോക്കറിനുള്ളിൽ എണ്ണിത്തിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്ന നോട്ടുകൾ ഓരോന്നായി എടുത്തു നിറയ്ക്കാൻ തുടങ്ങി. അവധി ദിവസങ്ങളായതിനാൽ കച്ചവടം വളരെ കൂടുതലായിരുന്നു. 25 ലക്ഷത്തിൽ കുറയാത്ത തുകയുണ്ടാവുമെന്ന് അവൻ കണക്കൂട്ടി. നേരിട്ട് ഈ പണം അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നതിന് വെട്ടിപ്പിന് ഉത്തമ ദൃഷ്ടാന്തമാകുമെന്ന് വൈശാഖിനറിയാം. എങ്കിലും വിദ്യ അധികാരമേറ്റാൽ ഇതിനേക്കാൾ വലിയ തട്ടിപ്പിന് ഉത്തരം പറയേണ്ടി വരും. എങ്കിൽ പിന്നെ ഈ തുക കൂടി അതിനോട് ചേർത്ത് വായിച്ചോട്ടെ എന്നവൻ വിചാരിച്ചു. വൈശാഖേ! ഗോവിന്ദക്കുറുപ്പിൻ്റെ പരിഭ്രാന്തമായ വിളിയൊച്ച കേട്ടതും വൈശാഖിൻ്റെ ഉള്ളിൽ ഒരു കൊള്ളിയാൻ മിന്നി. അയാൾ തിരിഞ്ഞു നോക്കിയപ്പോൾ വൃദ്ധൻ വാതിക്കൽ കിതപ്പോടെ നിൽക്കുന്നു. എന്താച്ചാ? അവൻ ആ ശേഖർ വന്നിരിക്കുന്നു. എന്തിന്? അതറിയില്ല. നേരെ വന്ന് കൗണ്ടറിൽ കിടന്ന നിൻ്റെ കസേരയിൽ കയറിയിരുന്നു. ആരോട് ചോദിച്ചിട്ടാ അവനവിടെ കയറിയത്? എനിക്കറിയില്ല. ആ മാനേജർ പയ്യനാ എന്നോട് വന്ന് പറഞ്ഞത്. ഇവിടുത്തെ TV-യിൽ നോക്കിയപ്പോൾ ഞാൻ കാണുകയും ചെയ്തു. വൈശാഖ് വേഗം ചെന്ന് സ്യൂട്ട് കേസ് അടച്ചെടുത്തു. സേഫ് പൂട്ടി താക്കോലുമായി ക്യാബിനിലേക്ക് ഇറങ്ങിച്ചെന്നു.
CCTV ദൃശ്യങ്ങളിൽ ശേഖർ തൻ്റെ കസേരയിൽ ഇരിക്കുന്നതും കമ്പ്യൂട്ടർ ചെക്ക് ചെയ്യുന്നതും വൈശാഖ് കണ്ടു. അവൻ്റെ ഞരമ്പുകളിൽ രക്തം തിളച്ചു. ഒരിക്കൽ ചെകിട്ടത്തടിച്ചിട്ട് ഇവിടുന്ന് ഇറങ്ങിപ്പോയവനാണ്. പെട്ടെന്ന് മറ്റൊരു ദൃശ്യവും വൈശാഖിൻ്റെ കണ്ണിലുടക്കി. ടെക്സ്റ്റൈൽസിൻ്റെ ഗേറ്റ് കടന്ന് ഒരു പോലീസ് ജീപ്പ് പാർക്കിംഗ് ഏരിയയിലേക്ക് വരുന്നു. പിന്നാലെ രാഹുലിൻ്റെ ചുവന്ന നിറമുള്ള കാർ കൂടി വന്നു നിന്നു. ജീപ്പിൽ നിന്നും CI ഉമാദത്തനും പോലീസുകാരും ഇറങ്ങി. കാറിൻ്റെ ഡോറുകൾ തുറക്കപ്പെട്ടു. ആദ്യം ചന്ദ്രശേഖരനാണ് ഇറങ്ങിയത്. കോ ഡ്രൈവർ സീറ്റിനരികിലെ ഡോർ തുറക്കപ്പെട്ടു. വിദ്യാലക്ഷ്മി പാർക്കിംഗ് പ്ലേസിലേക്ക് കാലുകുത്തുന്നത് കണ്ടതും വൈശാഖിൻ്റെ സപ്തനാടികളിലൂടെയും ഒരു തളർച്ച മിന്നൽ പോലെ കയറി വന്നു. അവൻ തിരിഞ്ഞ് അച്ഛനെ നോക്കി. ഗോവിന്ദക്കുറുപ്പിൻ്റെ മുഖത്ത് രക്തമയമില്ലായിരുന്നു. വിദ്യ മൊബൈൽ എടുത്ത് ശേഖരൻ്റെ മെമ്പറിലേക്ക് വിളിച്ചു. ശേഖരേട്ടാ, രണ്ടുപേരും ക്യാബിനിലുണ്ടോ? ഉണ്ടെന്നാ ശ്രുതി പറഞ്ഞത്. ഒരു കാരണവശാലും പുറത്തേക്ക് പോകാൻ അനുവദിക്കരുത്. എനിക്കൊന്ന് കാണണം രണ്ടിനെയും. ഓക്കെ. ശേഖർ കോള് കട്ട് ചെയ്തിട്ട് തലയുയർത്തുമ്പോൾ രാഹുലിൻ്റെ ക്യാബിൻ ഡോർ തുറക്കുന്നത് കണ്ടു. സ്യൂട്ട് കേസുമായി വൈശാഖും പിന്നാലെ ഗോവിന്ദക്കുറുപ്പും ഇറങ്ങി വന്നു. ശേഖർ കസേരയിൽ നിന്നും എഴുന്നേറ്റ് ടേബിളിനെ ചുറ്റി കൗണ്ടറിന് പുറത്തിറങ്ങി. നേരെ മുന്നിലെത്തിയ ശേഖറിനെ കണ്ട് വൈശാഖിൻ്റെ കണ്ണുകൾ ജ്വലിച്ചു. എവിടെ പോകുന്നു? ശേഖറിൻ്റെ ചോദ്യം വന്നപ്പോൾ വൃദ്ധൻ ഊന്നുവടി കുത്തി മുന്നിലേക്ക് കയറി വന്നു. നീ ആരടാ അത് ചോദിക്കാൻ? വഴിന്ന് മാറ്. ഞാൻ ആരാണെന്ന് വഴിയെ പറയാം. തൽക്കാലം മൂപ്പിന്നും മകനും അവിടെ അടങ്ങി നിൽക്ക്. അല്പം കഴിഞ്ഞു പോകാം. ഗോവിന്ദക്കുറുപ്പ് മകനെ നോക്കി. പണമടങ്ങിയ സൂട്ട് കേസുമായി എത്രയും പെട്ടെന്ന് പുറത്തു കടക്കുകയാണ് രണ്ടുപേരുടെയും ഉദ്ദേശം. ഗോവിന്ദക്കുറുപ്പ് പെടുന്നനെ ഊന്നുവടി ഉയർത്തി ശേഖറിൻ്റെ നെഞ്ചിൽ കുത്തി തള്ളി. മാറി നിൽക്കട നായെ. ശേഖറിന് നെഞ്ചിൽ വടികൊണ്ട ഭാഗത്ത് വേദനിച്ചു. അയാൾ പെടുന്നനെ വടിയിൽ പിടിച്ച് ശക്തിയായി വലിച്ചു. ഗോവിന്ദക്കുറുപ്പ് ആഞ്ഞ് ശേഖറിനടുത്തേക്ക് വന്നു. ശേഖർ മറ്റേ കൈ ഉപയോഗിച്ച് വൃദ്ധൻ്റെ കോളറിൽ കുത്തിപ്പിടിച്ചു. പന്നക്കിളവാ, എൻ്റെ ദേഹം നോവിച്ചാലുണ്ടല്ലോ മേലും കീഴും ഞാൻ നോക്കില്ല. ചവിട്ടി ഇരുത്തിക്കളയും തന്നെ. ശേഖർ ഭീഷണിപ്പെടുത്തും പോലെ മുരണ്ടിട്ട് പെരുവിരൽ ചൂണ്ടുവിരലും കൊണ്ട് ഗോവിന്ദക്കുറുപ്പിൻ്റെ ഇരുവശത്തെയും തൊണ്ടക്കുഴികളിൽ ഒന്ന് അമർത്തി വിട്ടു. വൃദ്ധൻ പെടുന്നനെ ചുമച്ചുകൊണ്ട് നെഞ്ചു തടവി. ഇതിനകം തന്നെ ചന്ദ്രശേഖരനും വിദ്യാലക്ഷ്മിയും റിസപ്ഷൻ അരികിൽ എത്തിയിരുന്നു. രാഹുലിൻ്റെ ക്യാബിനടുത്തായി വൈശാഖിനെയും ഗോവിന്ദക്കുറുപ്പിനെയും കണ്ടതോടെ വിദ്യയുടെ മുഖം മുറുകി. തീരാപ്പകയുടെ കനൽപ്പൊട്ടുകൾ അവളുടെ മിഴികളിൽ ജ്വലിച്ചു. വിദ്യയെ കണ്ടതോടെ വൈശാഖിൻ്റെയും ഗോവിന്ദക്കുറുപ്പിൻ്റെയും മുഖങ്ങളിൽ ഭാവമാറ്റമുണ്ടായി. ചന്ദ്രശേഖരൻ നോക്കുമ്പോൾ വിദ്യ കാറ്റിനെതിരെ എന്ന പോലെ അചഞ്ചലമായ ചുവടുകളോടെ ശത്രുക്കൾക്കരികിലേക്ക് നീങ്ങുന്നത് കണ്ടു. വിദ്യ അടുത്തേക്ക് വന്നതോടെ ശേഖർ ഭവ്യതയോടെ അല്പം ഒതുങ്ങി നിന്നു. വിദ്യയുടെ മിഴികൾ വൃദ്ധൻ്റെയും വൈശാഖിൻ്റെയും നേർക്കായിരുന്നു. തനിക്കെന്താ ഇവിടെ കാര്യം? ഈർച്ചവാൾ തലയിൽ നിന്നെന്ന പോലെ വിദ്യയുടെ ചോദ്യം ഗോവിന്ദക്കുറുപ്പിൻ്റെ മുഖത്ത് വന്നു വീണു. അയാൾക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. വൈശാഖ് തൻ്റെ ഇടം ഭാവിച്ചു. മുരളിയേട്ടൻ്റെയും അച്ഛൻ്റെയും എൻ്റെയും പേരിലാണ്. വിദ്യ ചുണ്ടിനു മീതെ വലതു കൈയുടെ ചൂണ്ടുവിരലിൽ അമർത്തി വൈശാഖിനെ നോക്കി. അവൻ നിശബ്ദനായി. ചോദ്യം ഗോവിന്ദക്കുറുപ്പിനോടാണ്. എന്തധികാരത്തിൻ്റെ പുറത്താണ് താൻ എൻ്റെ ഭർത്താവിൻ്റെ ക്യാബിനിൽ കയറിയിരുന്നത്? മുരളീകൃഷ്ണൻ എന്നെ ചുമതലപ്പെടുത്തിയതാണ്, വൃദ്ധൻ പറഞ്ഞൊപ്പിച്ചു. മുരളിയേട്ടൻ തന്നെ ആ ചുമതല എടുത്തു കളഞ്ഞിരുന്നല്ലോ. താൻ മറന്നുപോയോ? മുഖത്തടിച്ച പോലെയാണ് വിദ്യയുടെ ഓരോ വാക്കും. ഭീതിതമായ ഒരു രാത്രിയിൽ തൻ്റെ മാനവും ജീവനും പന്താടിക്കളിച്ച നികൃഷ്ട ജന്തുക്കളാണ് മുൻപിൽ നിൽക്കുന്നതെന്ന ഓർമ്മ വിദ്യയുടെ രക്തത്തിലൂടെ ഓരോ നിമിഷവും വൈദ്യുതിയെ കടത്തിവിട്ടുകൊണ്ടിരുന്നു. വിദ്യ ശേഖരനെ നോക്കി. രാഹുലിനെ ഇല്ലാതാക്കാൻ ഗൂഢാലോചന നടത്തിയ നീചനാണ് ഇയാൾ. ഒരു രാത്രി മുഴുവൻ മകളുടെ പ്രായം പോലുമില്ലാത്ത എന്നെ മകനും കൂട്ടാളികൾക്കും നായാടാൻ ഏൽപ്പിച്ചു കൊടുത്ത പിശാചാണ്. അർഹിക്കുന്ന യാത്രയപ്പ് കൊടുത്ത് ഗേറ്റിന് വെളിയിൽ ഇറക്കിവിട്ടേക്ക്. ശേഖർ പകയോടെ വൃദ്ധനെ നോക്കി. പിന്നെ നേരെ ചെന്ന് കോളറിന് കുത്തിപ്പിടിച്ചു വലിച്ചു. ഇറങ്ങി വാടോ പന്നക്കളവ. വൈശാഖ് തടയാൻ ശ്രമിച്ചപ്പോൾ ശേഖർ അവനെയൊന്ന് നോക്കി. അനങ്ങാതെ നിന്നോണവിടെ. തന്തയെ ഗേറ്റിന് വെളിയിൽ വെച്ച് കാണാം. ശേഖർ തിരിഞ്ഞ് വൃദ്ധനെ വലിച്ചു നീക്കാൻ ശ്രമിച്ചു. വൃദ്ധൻ ഊന്നുവടിയുടെ വളഞ്ഞ പിടിഭാഗം ശേഖറിൻ്റെ കൈത്തണ്ടയിൽ കൊളുത്തി ഒരു വലി വലിച്ചു. ശേഖറിൻ്റെ കൈ കോളറിൽ നിന്നും വിട്ടുപോയി. അയാൾ നോക്കിയപ്പോൾ പിടിയുടെ അകത്തെ ലോഹഭാഗം ഉരഞ്ഞ് കൈത്തണ്ടയിൽ രക്തം ചത്തുകഴിഞ്ഞിരുന്നു. അസ്ഥിയിലൂടെ കയറിപ്പോകുന്ന തീവ്രവേദന. ഒരു നിമിഷം ശേഖർ വൃദ്ധൻ്റെ പ്രായത്തെ മറന്നു. അയാൾ ഇതുവരെ ചെയ്തു കൂട്ടിയ നീചകൃത്യങ്ങളുടെ നീണ്ട നിര മാത്രം മനസ്സിലേക്ക് നിവർന്നു വന്നു.
പടക്കം പൊട്ടുന്നത് പോലെയായിരുന്നു അടി. ഗോവിന്ദക്കുറുപ്പിൻ്റെ കണ്ണ് കലങ്ങിപ്പോയി. വായിൽ ചോര ചോദിച്ചു. ശേഖരേട്ടാ, വിദ്യ തടയും പോലെ വിളിച്ചു. ശേഖർ കൈക്കുടഞ്ഞുകൊണ്ട് വിദ്യയെ നോക്കി. സാരല്ല മേഡം, ഇത് ഇയാൾ അറിയിക്കുന്നത് തന്നെയാ. പ്രായം കൂടിയെന്ന് കരുതി മൂർഖം പാമ്പിനെ തല്ലിക്കൊല്ലാതിരിക്കാൻ പറ്റുമോ? പറ്റില്ലല്ലോ. അതാണ്. ടെക്സ്റ്റൈൽസിൻ്റെ താഴത്തെ കസ്റ്റമർ ഏരിയയും ക്യാബിൻ്റെ മുൻവശവും തമ്മിൽ ക്യാഷ് കൗണ്ടർ വരെ നീളുന്ന ഒരു ഗ്ലാസ് കർട്ടൻ്റെ മറവുണ്ടായിരുന്നു. കസ്റ്റമേഴ്സ് അവിടെ നടക്കുന്ന സംഭവങ്ങൾ കാണുന്നുണ്ടായിരുന്നില്ല. അടിപൊട്ടിയ ശബ്ദം കേട്ടപ്പോൾ സ്റ്റാഫിൽ ചിലർ വന്ന് നോക്കുന്നുണ്ടായിരുന്നു. ശേഖർ വീണ്ടും വൃദ്ധൻ്റെ കോളറിൽ കയറി പിടിച്ചു. ഇത്തവണ കാര്യമായ എതിർപ്പുകൾ ഉണ്ടായില്ല. വൈശാഖും നടുങ്ങി നിൽക്കുകയാണ്. ശേഖർ ഗോവിന്ദക്കുറുപ്പിനെ കോളറിൽ പിടിച്ചു വലിച്ചുകൊണ്ട് പാസേജ് കടന്ന് റിസപ്ഷന് മുന്നിലൂടെ ചില്ലുവാതിലിനടുത്തേക്ക് നീങ്ങി. വാതിൽ കടന്ന് പാർക്കിംഗ് ഏരിയയിലൂടെ പോലീസുകാർക്കും സെക്യൂരിറ്റി ജീവനക്കാർക്കും മുന്നിലൂടെ ഗേറ്റ് വരെ ശേഖർ ഗോവിന്ദക്കുറുപ്പിനെ അതേ നിലയിൽ വലിച്ചു കൊണ്ടുപോയി. ഗേറ്റിനപ്പുറത്തെ റോഡിനരികിലേക്ക് വൃദ്ധനെ വലിച്ചിറക്കി നിർത്തിയിട്ട് ശേഖർ തിരിച്ചു കയറിപ്പോന്നു. ഗോവിന്ദക്കുറുപ്പ് അടിയുടെ വേദനയിലും മരവിപ്പിലും മന്ദിച്ച ശിരസോടെ, അപമാനത്തിൽ കുതിർന്ന മനസ്സോടെ ശവം പോലെ വഴിയരികിൽ നിന്നു. ശേഖർ പോലീസ് ജീപ്പിനടുത്തെത്തിയപ്പോൾ CI ഉമാദത്തൻ ഫ്രണ്ട് സീറ്റിൽ നിന്നും ഇറങ്ങി വന്നു. എന്താടോ ഇവിടെ നടക്കുന്നത്? CI ചോദിച്ചപ്പോൾ ശേഖർ പുഞ്ചിരിച്ചു. ചില കീടങ്ങളെയൊക്കെ തുരത്തുകയാ സാറേ. സംഭവ പരമ്പരകളെല്ലാം കൃത്യമായി അറിയാമായിരുന്ന ഉമാദത്തൻ ചിരിച്ചു. എല്ലാം ഒരു മയത്തിനൊക്കെ വേണം. ഒടുക്കം തിരിച്ചു പോകുമ്പോൾ തന്നെ കൂടി ജീപ്പിൽ കയറ്റേണ്ട അവസ്ഥ ഉണ്ടാക്കി വെച്ചേക്കരുത്. ഒരിക്കലും ഇല്ല സാർ. ശേഖർ തിരിച്ചു ചെല്ലുമ്പോൾ ചന്ദ്രശേഖരനും വിദ്യാലക്ഷ്മിയും വൈശാഖും ക്യാബിന് മുന്നിൽ നിൽപ്പുണ്ട്. ആ പാട്ട് കഴിഞ്ഞു വേണം, ശേഖർ വിധേയത്തോടെ പറഞ്ഞു. വിദ്യ വൈശാഖിനെ നോക്കി. താൻ ക്യാബിൻ വരെ ഒന്ന് വരണം. എനിക്ക് പോകണം. നിന്റെ അധികാരപ്രകടനം കാണേണ്ട ആവശ്യം തൽക്കാലമില്ല. ശരി. ടെക്സ്റ്റൈൽസിലെ എന്തെങ്കിലും സാധന സാമഗ്രികൾ കയ്യിലുണ്ടെങ്കിൽ ഇപ്പോൾ ഈ നിമിഷം തിരിച്ചു തന്നേക്ക്. വൈശാഖ് പോക്കറ്റിൽ നിന്നും സേഫിൻ്റെയും ക്യാബിൻ്റെയും താക്കോൽ കൂട്ടം എടുത്ത് നീട്ടി. വിദ്യ ശേഖരനെ നോക്കിയപ്പോൾ അയാൾ കൈനീട്ടി അത് വാങ്ങി. ആ സൂട്ട് കേസിനകത്ത് എന്താ? വിദ്യ ചോദിച്ചു. എൻ്റെ കുറച്ച് മുഷിഞ്ഞ വസ്ത്രങ്ങളാണ്. ഇന്നർ ബനിയൻസ്, അണ്ടർ ഗാർമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. നിനക്ക് കാണണമെങ്കിൽ തുറന്നു കാണിക്കാം. വിദ്യയുടെ മുഖത്ത് രക്തം എരമ്പിക്കയറി ചുവപ്പ് പടർന്നു. നിനക്ക് പോകാം, അവൾ നിയന്ത്രിത സ്വരത്തിൽ പറഞ്ഞു. വൈശാഖ് പുച്ഛഭാവത്തിൽ ശേഖരെ ഒന്ന് നോക്കി. പിന്നെ കൗണ്ടറിൽ നേർക്ക് നീങ്ങി. വൈശാഖ്, ചന്ദ്രശേഖരൻ വിളിച്ചപ്പോൾ അവൻ തിരിഞ്ഞു നോക്കി. ചന്ദ്രശേഖരൻ അവൻ്റെ തൊട്ട് മുൻപിലെത്തി. ജീവിതത്തിൽ ഒരിക്കലും നിൻ്റെയൊക്കെ മുഖം കാണേണ്ടി വരരുതെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അത്രയും വലിയ സേവനങ്ങളല്ലേ നീ എൻ്റെ മോൾക്കും മരുമകനും ശമ്പളം പറ്റി ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നത്. തമ്മിൽ കണ്ടുപോയ സ്ഥിതിക്ക് ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ നാളെ വിദ്യ എൻ്റെ മകളാണെന്ന് പറയുന്നതിൽ കേട്ട് നിനക്ക് പരിഹസിച്ച് ചിരിക്കണമെന്ന് തോന്നും. പറഞ്ഞു തീർന്നതും ചന്ദ്രശേഖരൻ കൈചുരുട്ടി ശേഖരൻ്റെ താടിയിൽ തീർത്ത് ഒരു ഇടിയിടിച്ചു. അപ്രതീക്ഷിതമായ ആഘാതത്തിൽ വൈശാഖ് വെച്ച് ഗ്ലാസ് കട്ടന് മറക്കി മീതേക്ക് തലയടിച്ചു നിന്നു. ഇമ്പോർട്ടഡ് ഗ്ലാസ് ഭിത്തി ഒന്ന് വിറച്ചു. സൂട്ട് കേസ് അവൻ്റെ പിടിവിട്ടു പോയിരുന്നു. താഴത്തെ വരിയിലെ പല്ലുകളെല്ലാം ഇളകിപ്പോയെന്ന് വൈശാഖിന് തോന്നി. വായിൽ ചോര ചോയ്ക്കുന്നു. അവൻ നേരെ നിൽക്കാൻ ശ്രമിച്ചു. ശേഖർ കൂടി ചന്ദ്രശേഖരനടുത്തേക്ക് വന്നത് കണ്ടതോടെ വൈശാഖ് പ്രത്യാക്രമണ ത്വരയെ ഉള്ളിലൊതുക്കി. പൊയ്ക്കോ, ബാക്കിയുള്ള ശിക്ഷ നീ കോടതിയിൽ നിന്ന് വാങ്ങിച്ചാൽ മതി. ചന്ദ്രശേഖരൻ മുരണ്ടു. വൈശാഖ് വിദ്യാലക്ഷ്മി നിൽക്കുന്നിടത്തേക്ക് ഒന്ന് നോക്കി. അവളുടെ മുഖത്ത് ഒരു മന്ദഹാസം അവശേഷിക്കുന്നുണ്ടെന്ന് അയാൾക്ക് തോന്നി. മുഖം തിരിച്ച് വൈശാഖ് സൂട്ട് കേസും എടുത്ത് നടന്നുപോയി. വിദ്യ മൊബൈലെടുത്ത് CI ഉമാദത്തൻ്റെ നമ്പറിലേക്ക് കോൾ വിട്ടു. ഹലോ. CIയുടെ സ്വരം. സർ, അവരെ രണ്ടുപേരെ ഇവിടുന്ന് പറഞ്ഞയച്ചു കഴിഞ്ഞു. പക്ഷെ ഒരു സംശയം. വിദ്യ പറയുന്നതെല്ലാം CI സശ്രദ്ധം കേട്ടു. ഓക്കെ, അത് ഞാൻ നോക്കിക്കൊള്ളാം. ഉമാദത്തൻ കോൾ കട്ട് ചെയ്തിട്ട് നോക്കുമ്പോൾ വൈശാഖ് ടെക്സ്റ്റൈൽസിൻ്റെ ചില്ലുവാതിൽ കടന്ന് പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. CI ഒരു സിവിൽ പോലീസുകാരനെ വിളിച്ച് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി. ടെക്സ്റ്റൈൽസിലേക്ക് വരാനും പോകാനുമുള്ള സൗകര്യത്തിനായി താൻ വാടകയ്ക്കെടുത്തിരുന്ന കാറിനടുത്തേക്ക് ചെന്ന വൈശാഖ് പിൻഡോർ തുറന്ന് സ്യൂട്ട് കേസ് അകത്തേക്ക് വെച്ചു. ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്ന് അയാളൊരു വൈറ്റ് ടിഷ്യൂ എടുത്ത് ചുണ്ടിലെ ചോര തുടച്ചുകൊണ്ടിരിക്കുമ്പോൾ മുൻ ഗ്ലാസ്സിലൂടെ കാറിനടുത്തേക്ക് വരുന്ന സിവിൽ പോലീസുകാരെയും ഉമാദത്തനെയും കണ്ടു. ഉമാദത്തൻ കൈകൊണ്ട് ആംഗ്യം കാട്ടിയപ്പോൾ വൈശാഖ് ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി. ഈ സ്ഥാപനത്തിൻ്റെ ഉടമ
വിദ്യാലക്ഷ്മി നിങ്ങൾക്കെതിരെ ഒരു പരാതി തന്നിട്ടുണ്ട്. പണ്ട് മാനേജറായി വർക്ക് ചെയ്തതിൻ്റെ പരിചയം ഉപയോഗിച്ച് നിങ്ങൾ ടെക്സ്റ്റൈൽസിൽ കടന്ന് അനുവാദമില്ലാതെ പണമോ രേഖകളോ കടത്തുന്നതായി സംശയിക്കുന്നുണ്ടെന്ന്. സോ ഞങ്ങൾക്ക് താങ്കളെയും ഈ വാഹനത്തെയും ഒന്ന് പരിശോധിക്കണം. വൈശാഖിൻ്റെ ആത്മവിശ്വാസം തകർന്നുപോയി. ആ പണം മാത്രമാണ് അവസാന പിടിവള്ളി. ഒരാൾ വന്ന് വൈശാഖിൻ്റെ ദേഹപരിശോധന തുടങ്ങി. രണ്ടാമത്തെ ആൾ പിൻസീറ്റിലിരുന്ന സൂട്ട് കേസ് എടുത്ത് കാറിൻ്റെ ടോപ്പിന് മീതെ വെച്ച് തുറന്നു. സാർ, പോലീസുകാരൻ വിളിച്ചപ്പോൾ ഉമാദത്തൻ നോക്കി. സൂട്ട് കേസിനുള്ളിൽ അടുക്കി നിറച്ച നോട്ടുകെട്ടുകൾ. വൈശാഖ് തളർന്നതുപോലെ കാറിലേക്ക് ഉടൽച്ചാരി. നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി വിദ്യയിൽ നിന്നും പരാതിയും എഴുതി വാങ്ങി CA ഉമാദത്തനും സംഘവും വൈശാഖുമായി സ്റ്റേഷനിലേക്ക് പോയി. അതുവരെ വഴിയരികിൽ കാത്തുനിന്നിരുന്ന ഗോവിന്ദക്കുറുപ്പ് നിരാശയോടെ തൻ്റെ പോക്കറ്റിനുള്ളിൽ പരതി. കെട്ടുവീടിയും ലൈറ്ററും മാത്രമേയുള്ളൂ. പണം കൊണ്ട് നടക്കുന്ന പതിവില്ല. വൃദ്ധൻ ഒരു ബീഡിയെടുത്ത് വിറപൂണ്ട വിരലുകളോടെ ചുണ്ടിൽ വെച്ച് തീ കൊളുത്തി. തലയ്ക്ക് മീതെ വെയിൽ തിളയ്ക്കുകയാണ്. വളരെ പണ്ട് ഒരു ചൂതാട്ട കേന്ദ്രത്തിൻ്റെ മുറ്റത്ത് അവസാന നാണയവും നഷ്ടപ്പെട്ടു നിന്ന ഗോവിന്ദൻ എന്ന ചെറുപ്പക്കാരനെ അയാൾക്ക് ഓർമ്മ വന്നു. കണക്കുകൂട്ടലുകളെല്ലാം പിഴച്ചെങ്കിലും ഒരു ധൈര്യം ബാക്കിയുണ്ടായിരുന്നു. കത്തുന്ന യൗവനമാണ്. എന്തു തൊഴിലും ഏതു തൊഴിലും ചെയ്ത് ജീവിക്കാം. അന്നത്തെ ഗോവിന്ദൻ്റെ അവസ്ഥയിലാണ് വീണ്ടും ഇപ്പോൾ. കയ്യിലൊരു നാണയത്തിൻ്റെ ഭാരം പോലുമില്ല. പക്ഷേ ഇനിയും ആത്മവിശ്വാസത്തോടെ മുൻപോട്ട് പോകാൻ യൗവനമോ ആയുസമോ ബാക്കിയില്ല. ആ തിരിച്ചറിവിൽ ഗോവിന്ദക്കുറുപ്പിൻ്റെ കാലുകൾ തളർന്നു തുടങ്ങിയിരിക്കുന്നു. ബീഡിക്കുറ്റി റോഡിലേക്ക് എറിഞ്ഞിട്ട് അയാൾ ഊന്നുവടി കുത്തി ഇടറുന്ന ചുവടുകളോടെ കത്തുന്ന വെയിൽ വകവയ്ക്കാതെ ടാർ നിരത്തിലൂടെ നടന്നു തുടങ്ങി. അയാൾക്ക് പിന്നിൽ ശാരദാസ് വസ്ത്രവിഹാർ തലയുയർത്തി നിന്നു. അധ്യായം 35. രാത്രി വിനോദ് വിമലയുടെ ഫോണിലേക്ക് വിളിച്ചത് ഈർഷ്യയോടെയായിരുന്നു. ദിവസം എത്രയായി പോയിട്ട്? ഇവിടെ ഞാൻ തനിച്ചേ ഉള്ളൂ എന്ന വിചാരം അമ്മയ്ക്ക് പോലുമില്ല. ഞാൻ വല്ലതും കഴിക്കുന്നുണ്ടോ കുടിക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കാൻ പോലും ആരുമില്ലല്ലോ. 2 ദിവസമല്ലടാ ഉള്ളൂ. ഞങ്ങൾ നാളെ തിരിച്ചു വരും. വന്നില്ലെങ്കിൽ ഞാനും ഏതെങ്കിലും വഴിക്കിറങ്ങിപ്പോകുമെന്ന് അച്ഛനോട് പറഞ്ഞേക്ക്. കടയിൽ നിന്ന് തിരിയാൻ വയ്യാത്ത തിരക്കാ. എന്നെക്കൊണ്ട് തനിച്ച് മാനേജ് ചെയ്യാൻ വയ്യ. വിനോദ് കോൾ മുറിച്ചു. പിറ്റേന്ന് തിരിച്ചു പോകാമെന്ന കണക്കുകൂട്ടലിൽ വന്ന വിമലയും ചന്ദ്രശേഖരനെയും വിദ്യ നിർബന്ധിച്ച് പിടിച്ചു നിർത്തിയതാണ്. ടെക്സ്റ്റൈൽസിലെ ഭരണം വീണ്ടെടുത്തെങ്കിലും കാര്യങ്ങൾ ക്രമീകരിക്കാൻ വിദ്യയ്ക്ക് ചന്ദ്രശേഖരൻ്റെ കൂടി സഹായം വേണ്ടിയിരുന്നു. അയാൾ മുന്നിൽ നിന്ന് അവയൊക്കെ ഭംഗിയായി നടത്തുകയും ചെയ്തു. വൈശാഖിൻ്റെ മാനേജർ പദവി ശേഖരനെ ഏൽപ്പിച്ചു കൊടുത്തതോടെ ടെക്സ്റ്റൈൽസ് നടത്തിപ്പ് പകുതിയോളം എളുപ്പമായി തീർന്നു. എല്ലായിടത്തും വിദ്യയുടെ ഒരു മേൽനോട്ടം മതിയെന്ന അവസ്ഥയായതോടെ തിരിച്ചു പോകാമെന്ന് ചന്ദ്രശേഖരൻ തീരുമാനിച്ചു. വിദ്യാലക്ഷ്മി മുകൾ നിലയിലെ രാഹുലിൻ്റെ ഓഫീസ് മുറിയിലായിരുന്നു. വിമല അയാളോട് വിനോദ് വിളിച്ച കാര്യം പറഞ്ഞു. എന്തായാലും നാളെ തിരിച്ചു പോയേ പറ്റൂ. നീ ഇനി തടസ്സമൊന്നും പറഞ്ഞേക്കല്ലേ. വിമല ജാമ്യമെടുത്തു. തുറന്നു വെച്ച ലാപ്ടോപ്പിന് മുന്നിൽ കസേരയിലിരിക്കുകയായിരുന്നു വിദ്യ. അമ്മയെ നോക്കി. സാരമില്ല, നാളെ മുതൽ രാത്രി കാവലിന് ഗോപിയേട്ടൻ വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. എന്തായാലും ഇനിയെല്ലാം ഞാൻ തനിച്ച് മാനേജ് ചെയ്തല്ലേ പറ്റൂ. എന്നും തനിച്ച് തന്നെ മുൻപോട്ട് പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. എല്ലാം അറിയുന്ന ഒരാൾ വന്നാൽ കൂടെ നിർത്തിയേക്കണം, വിട്ടുകളയരുത്, വിമല അർത്ഥഗർഭമായി പറഞ്ഞു. അറിയാതെ തന്നെ വിദ്യയുടെ നോട്ടം കമ്പ്യൂട്ടർ ടേബിളിനരികിലിരുന്ന വിവാഹ ഫോട്ടോയിലേക്ക് നീണ്ടു. പുഷ്പഹാരങ്ങൾ അണിഞ്ഞ് വധുവായി രാഹുലിനൊപ്പം നിൽക്കുന്ന ചിത്രമാണ്. ഇനി ഒരിക്കൽ കൂടി വിവാഹവേഷം അണിഞ്ഞ് മറ്റൊരാൾക്കൊപ്പം നിൽക്കാനുള്ള മനസാന്നിധ്യം തനിക്കുണ്ടാകുമോ? മനുപ്രസാദിൻ്റെ പ്രതീക്ഷാനിർഭരമായ മുഖവും അവൾക്ക് ഓർമ്മ വന്നു. മനുവേട്ടനാണെങ്കിൽ പോലും പൂർണ്ണ മനസ്സോടെ തനിക്കതിന് കഴിയില്ലല്ലോ എന്ന് വിദ്യ ചിന്തിച്ചു. അതുകൊണ്ടല്ലേ ജീവൻ പോലും പിടിച്ചെടുത്തു തന്നിട്ടും മനുവേട്ടൻ്റെ മനസ്സ് കണ്ടിട്ടും അത് കണ്ടില്ലെന്ന് നടിച്ച് താൻ പിന്തിരിഞ്ഞു പോകുന്നത്. വിമലയും ആ ഫോട്ടോ ശ്രദ്ധിച്ചു. അവർ പെട്ടെന്ന് മകൾക്കരികിലേക്ക് വന്ന് കൈനീട്ടി അതെടുത്തു. വിദ്യയുടെ നോട്ടം വിമലയുടെ മുഖത്തേക്ക് വീണു കഴിഞ്ഞിരുന്നു. ഇത് തന്നെ നോക്കിയിരുന്ന നീ ജീവിക്കാൻ മറന്നുപോകും മോളെ. മരിച്ചവർക്ക് മറ്റു മനുഷ്യരെ കൊണ്ടുള്ള ആവശ്യങ്ങൾ അവസാനിച്ചു. നമ്മുടെ സ്നേഹമോ ത്യാഗമോ ഒന്നും അവർക്കിനി വേണ്ട. പ്രാർത്ഥനകൾ പോലും ജീവിച്ചിരിക്കുന്നവരുടെ മനസമാധാനത്തിന് വേണ്ടി നടത്തുന്നതാ. നമ്മൾ ജീവിക്കുന്നതും നമുക്ക് വേണ്ടിയാവണം. നമ്മൾ സ്നേഹിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന ജീവനുള്ള മറ്റു മനുഷ്യർക്ക് വേണ്ടിയാവണം. വിദ്യയുടെ കൺകോണുകളിലേക്ക് ഈറൻ പടർന്നു. രാഹുലിനെ മറന്നു കളയണമെന്ന് ആര് പറഞ്ഞാലും അതൊരു തീരാ സങ്കടമാണ്. ഹൃദയം കൊടുത്ത് സ്നേഹിച്ചവരെ മറക്കേണ്ടി വരുന്ന അവസ്ഥയോളം വേദന മറ്റൊന്നിനുമില്ലെന്ന് അവൾക്ക് തോന്നാറുണ്ട്.
സ്നേഹം എന്നത് ഒരു ജന്മം മുഴുവൻ നീളേണ്ട ജീവിതത്തിന് വേണ്ടിയാവണം. സ്നേഹിച്ചവരെ പാതി വഴിയിൽ പിരിച്ചു കളയുന്നത് കാലമോ വിധിയോ ഈശ്വരനോ ആരുമായിക്കൊള്ളട്ടെ, അത്രത്തോളം നിഷ്ഠൂരമല്ല മറ്റൊന്നും. ക്രൗഞ്ചമിഥുനങ്ങളിൽ ഒന്നിനെ അമ്പെയ്ത കാട്ടാളൻ്റെ നീതിബോധമല്ലേ അത്? വിമല മകളുടെ മുഖത്ത് തിരതെല്ലുന്ന സങ്കടം കണ്ടു. അവർ വിദ്യയുടെ ശിരസിൽ തഴുകി. നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, അതാണ് സത്യം. അതിനു നേരെ മുഖം തിരിച്ചു നിൽക്കുന്നതിൽ അർത്ഥമില്ല. ഒരു ഫോട്ടോ ടേബിളിൽ നിന്നോ ചുവരിൽ നിന്നോ എടുത്തു മാറ്റുന്നത്ര എളുപ്പമല്ല മനസ്സിൽ നിന്ന് ഇളക്കി മാറ്റാൻ. എന്നാലും നീ ശ്രമിക്കണം. മനുവിൻ്റെ ഉള്ളിൽ ഇപ്പോഴും പ്രതീക്ഷകൾ ബാക്കിയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. വിദ്യയുടെ കണ്ണുകളിൽ ഒരു പിടയൽ വീണു. നീ വിളിക്കുമ്പോഴൊക്കെ അവൻ ഓടി വരുന്നത് അതുകൊണ്ടാണ്. എന്തെങ്കിലും അവൻ്റെ മനസ്സ് കാണാനുള്ള കനിവ് നീ കാണിക്കുമെന്ന് പ്രതീക്ഷ കൊണ്ടാണ്. ഇനിയൊരു ജീവിതം നീ വേണ്ടാന്ന് വെച്ചാൽ ഇല്ലാതായി പോകുന്നത് അവൻ്റെ ജീവിതം കൂടിയാവും മോളെ. വിദ്യയ്ക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. തീരാത്ത ചില ധർമ്മസങ്കടങ്ങളുടെ ചുഴിയിലേക്കാണ് ജീവിതം തന്നെ വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നതെന്ന് അവൾക്ക് തോന്നി. വിമലേ, താഴത്തെ നിലയിൽ നിന്നും ചന്ദ്രശേഖരൻ്റെ വിളിയച്ച വന്നു. അച്ഛന് വിശന്നു തുടങ്ങിക്കാണും, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ, നീയും എണീറ്റ് വാ, വിമല പറഞ്ഞു. അമ്മ പൊയ്ക്കോ, ഞാൻ വന്നോളാം. വിദ്യയുടെ ശബ്ദം അടഞ്ഞിരുന്നു. വിമല താഴേക്ക് പോയതും വിദ്യ കസേരയിലേക്ക് ചാരിയിരുന്നു. ഇടതു കൈ കൊണ്ട് ആംഡസ്റ്റിലൂന്നി കൈവെള്ളയിലേക്ക് തെറ്റി താങ്ങി. ആരും തന്നെ സ്നേഹിക്കേണ്ടായിരുന്നു എന്ന് അവൾ വാശിയോടെ വിചാരിച്ചു. സ്നേഹം ഹൃദയത്തിൽ അവശേഷിപ്പിക്കുന്ന മുറിവുകളോളം വേദന മറ്റെന്തിനാണ്? രാവിലെ വിദ്യ ടെക്സ്റ്റൈൽസിലേക്ക് പോകുന്ന സമയത്ത് തന്നെ ചന്ദ്രശേഖരനും വിമലയും മുണ്ടക്കയത്തേക്ക് പോകാൻ തയ്യാറായി വന്നു. വിദ്യയുടെ മുഖത്ത് വിഷാദം നിറഞ്ഞു നിന്നിരുന്നു. പോയാലും ഞാനിടയ്ക്ക് വന്നോളാം. നീ തനിച്ചാണെന്ന വിചാരമൊന്നും വേണ്ട. എന്ത് പ്രശ്നമുണ്ടായാലും വിളിച്ചോണം. ബിസിനസ് കാര്യങ്ങളിൽ ആരെയും കണ്ണുടച്ച് വിശ്വസിക്കരുത്. നമ്മുടെ ജാഗ്രത മാത്രമേ നമ്മളെ രക്ഷിക്കാൻ കൂടെ നിൽക്കൂ. ചന്ദ്രശേഖരൻ സ്നേഹനിർഭരമായ സ്വരത്തിൽ മകളോട് പറഞ്ഞു. വിമലയും യാത്ര പറഞ്ഞിറങ്ങി. പതിവിനു വിപരീതമായി ശാരദാമണി സിറ്റൗട്ടിലേക്ക് ഇറങ്ങി വന്നു. മുണ്ടക്കയത്തേക്കുള്ള വാഹനം പോകും വരെ അവർ അവിടെ തന്നെ നിന്നു. ഞാൻ ഉച്ചയ്ക്ക് വരാം. അമ്മ വാതിൽ അകത്തുനിന്നും പൂട്ടിയേക്കണം. തനിച്ചേ ഉള്ളൂ എന്ന ഓർമ്മ വേണം. വിദ്യ ശാരദാമണിയോട് നിർദ്ദേശിച്ചിട്ട് കാറിൽ കയറി ടെക്സ്റ്റൈൽസിലേക്ക് ഓടിച്ചുപോയി. ശാരദാമണി വീട്ടിനുള്ളിലേക്ക് കയറി വാതിലടച്ചു. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ശാരദാസിലെ പ്രവർത്തനങ്ങൾ പുതിയ താളക്രമങ്ങളുമായി ഇണങ്ങിപ്പോകുവാൻ തുടങ്ങി. വിദ്യയുടെ തോൾ ചേർന്ന് നിന്ന് ആത്മാർത്ഥമായി ശേഖറും പ്രയത്നിച്ചുകൊണ്ടിരുന്നു. വൈശാഖിനെയും ഗോവിന്ദക്കുറുപ്പിനെയും പ്രതികളാക്കി റേഡിയർ എന്ന തട്ടിപ്പ് കമ്പനിയുടെ വിവരങ്ങൾ കാണിച്ചുകൊണ്ട് വിദ്യാലക്ഷ്മി വീണ്ടും ഒരു പരാതി കൂടി നൽകി. കേസ് കാര്യങ്ങളുടെ നടത്തിപ്പിനായി മുരളീകൃഷ്ണൻ്റെ അഡ്വക്കേറ്റ് ദയാസാഗറുടെ സേവനം തന്നെയാണ് വിദ്യയും തേടിയത്. ഇത്തവണ ഗോവിന്ദക്കുറുപ്പിനോ വൈശാഖിനോ രക്ഷപ്പെടാൻ പഴുതുകളൊന്നും അവശേഷിച്ചുകൂടാ എന്ന് നിർബന്ധ ബുദ്ധി വിദ്യാലക്ഷ്മിക്കുണ്ടായിരുന്നു. വൈശാഖിനെ ജാമ്യത്തിലിറക്കാൻ ഗോവിന്ദക്കുറുപ്പിന് ഭഗീരഥ പ്രയത്നം തന്നെ നടത്തേണ്ടി വന്നു. വേണ്ടത്ര പണമോ ആൾസഹായമോ ഇല്ലാതെ കോടതി വ്യവഹാരങ്ങൾക്ക് ഇറങ്ങിപ്പുറപ്പെടുക സാഹസമാണെന്ന് വൃദ്ധന് വേഗം തന്നെ മനസ്സിലായി. കോടതി ചെലവും വക്കീൽ ഫീസുമൊക്കെയായി 10,000 രൂപ ചെലവഴിച്ചാണ് അയാൾ വൈശാഖിനെ ജാമ്യത്തിൽ ഇറക്കിയത്. മകൻ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പ്രശ്നങ്ങൾക്കെല്ലാം എന്തെങ്കിലും ഒരു പരിഹാരമുണ്ടാകുമെന്ന് ഗോവിന്ദക്കുറുപ്പ് പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ അങ്ങേയറ്റം നിരാശനും ആത്മവിശ്വാസം നഷ്ടപ്പെട്ടവനുമാണ് വൈശാഖ് എന്ന് അയാൾക്ക് മനസ്സിലായി. ഇനി പ്രതീക്ഷിക്കാൻ ഒന്നുമില്ലെന്ന് അവനും ബോധ്യപ്പെട്ടിരുന്നു. കഴിഞ്ഞ തവണ കേസും ജയിൽവാസമൊക്കെ അനുഭവിച്ചപ്പോഴും ജീവിക്കാമെന്ന ധൈര്യം കൈമോശം വന്നിരുന്നില്ല. ഇതിന് കാരണം അക്കൗണ്ടിൽ കിടന്നിരുന്ന ലക്ഷങ്ങളായിരുന്നു. ചുരുങ്ങിയ കാലം കൊണ്ട് സമ്പാദ്യമെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. കോട്ടയത്ത് തുടങ്ങാമെന്ന് പ്രതീക്ഷിച്ച് കോടി രൂപ മുതലിറക്കിയ സ്ഥലം തന്നെ തൻ്റെ ശവപ്പറമ്പായി മാറിയെന്ന് അവന് തോന്നി. ഇനി ഒരിക്കലും ആ സ്ഥലം സ്വന്തമാക്കാൻ വേണ്ടത്ര തുക ഉണ്ടാക്കിയെടുക്കുക സാധ്യമല്ല. ശാരദാസ് എന്ന പൊന്മുട്ടയിടുന്ന താറാവിനെ മുൻനിർത്തിയാണ് സ്വപ്നങ്ങൾ കണ്ടത്. കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിൽ അത് നഷ്ടപ്പെട്ടിരിക്കുന്നു. കിടപ്പാടം കൂടി വിറ്റു തുലച്ചാണ് ചൂതാട്ടം നടത്തിയത്. ഇനിയുള്ള കാലം വാടക കൊടുക്കണമെങ്കിൽ എവിടെയെങ്കിലും കൂലിപ്പണിക്ക് പോകേണ്ടി വരും എന്നതായിരിക്കുന്നു അവസ്ഥ. നീ ആ കോട്ടയംകാരനെ കണ്ട് കച്ചവടം ഒഴിയുകയാണെന്ന് പറ. കൊടുത്ത അഡ്വാൻസായാലും തിരിച്ചു പഠിക്കാൻ നോക്ക്. അതുണ്ടെങ്കിൽ നമുക്ക് തൽക്കാലം ആരെയും ഭയപ്പെടാതെ കഴിയാലോ, ഗോവിന്ദക്കുറുപ്പ് മകനോട് പറഞ്ഞു. പുതിയ പ്രതീക്ഷകളോടെയാണ്
വൈശാഖ് സ്ഥലമുടമ ഷാജഹാനെ കാണാൻ പോയത്. ഷാജഹാൻ ഏറ്റുമാനൂർ റൂട്ടിൽ ചവിട്ടുവരിയിൽ തൻ്റെ പുതിയ വീട് പണി തുടങ്ങുന്ന സ്ഥലത്തായിരുന്നു. വീടിൻ്റെ തറകെട്ടി പില്ലറുകൾ വാർത്തു തുടങ്ങിയിരുന്നു. അഡ്വാൻസ് തുക മടക്കി ചോദിച്ചതോടെ ഷാജഹാൻ്റെ മുഖം മങ്ങി. നടക്കില്ല മാഷേ, കാര്യം വേറൊന്നുമില്ല, എൻ്റെ കയ്യിൽ പണമൊന്നുമില്ല. ആ സ്ഥലവും കെട്ടിടവും കൊടുക്കാൻ തീരുമാനിച്ച സാഹചര്യം ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. നിങ്ങളോട് വാങ്ങിച്ച മുഴുവൻ തുകയും വീട് പണിക്ക് മുതലിറക്കിയിരിക്കുക. 1 വർഷത്തിനകം ബാക്കി തുക തരണമെന്ന കരാറെങ്കിലും കുറച്ച് നേരത്തെ കിട്ടുമെന്ന് അന്വേഷിക്കാൻ ബ്രോക്കറോട് ഞാൻ പറഞ്ഞേൽപ്പിച്ചിരിക്കുകയായിരുന്നു. അയാളൊന്നും പറഞ്ഞില്ലേ? വൈശാഖ് ഏതാനും നിമിഷം ഷാജഹാൻ്റെ മുഖത്തേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കി നിന്നു. പിന്നെ പതിയെ തിരിഞ്ഞു നടന്നു. ഒന്ന് സംശയിച്ചിട്ട് ഷാജഹാൻ പിന്നിൽ നിന്ന് വിളിച്ചു, സാറേ. വൈശാഖ് നിന്നിട്ട് സാവധാനത്തിൽ തിരിഞ്ഞു നോക്കി. ഷാജഹാൻ അയാൾക്കടുത്തേക്ക് വന്നു. കാലാവധി കഴിയുമ്പോൾ ബാക്കി തുക തരാൻ കഴിഞ്ഞില്ലെങ്കിൽ അഡ്വാൻസ് തുക തിരിച്ചു കിട്ടുമെന്ന് കരുതല്ലേ? തരണമെന്ന് കരാറിലില്ല, മനസാക്ഷിയോർത്ത് തരാമെന്ന് കരുതാൻ എൻ്റെ കയ്യിലൊട്ടില്ല താനും. വൈശാഖ് മറുപടി പറഞ്ഞില്ല. മെറ്റൽ കൂനകൾക്കും അട്ടിയടക്കിയ സിമൻറ്റ് ചാക്കുകൾക്കും ഇടയിലൂടെ അയാൾ നടന്നുപോയി. ആ മാസത്തെ ലാഭവിഹിതത്തിൽ നിന്നും 15 തയ്യൽ മെഷീനുകളാണ് വിദ്യാലക്ഷ്മി ബദേൽ ആശ്രമത്തിന് വാങ്ങി നൽകിയത്. വിദ്യയുടെ നിർദ്ദേശപ്രകാരം അവിടെ തയ്യൽ പഠനം പൂർത്തിയാക്കിയ 15ഓളം പെൺകുട്ടികൾ ചേർന്ന് ഒരു സ്റ്റിച്ചിങ് യൂണിറ്റ് ആരംഭിച്ചു. സിസ്റ്റർ ജോസഫൈൻ്റെ മുഖത്ത് ഹൃദയം നിറഞ്ഞ ചിരി വിടർന്നു നിന്നിരുന്നു. ഓഫീസ് റൂമിൽ വെച്ച് അവർ വിദ്യയുടെ കൈകൾ ചേർത്ത് പിടിച്ചു. എൻ്റെ സന്തോഷം എന്തുമാത്രമാണെന്ന് പറഞ്ഞറിയിക്കാൻ വയ്യ മോളെ. ഒരാളും ആശ്രയിക്കാനില്ലാത്ത ഈ കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു ജോലി ചെയ്ത് ജീവിക്കാൻ കഴിയട്ടെ എന്ന പ്രതീക്ഷയിലാണ് ഞാനിവരെ സ്റ്റിച്ചിങ് പഠിപ്പിച്ചത്. ഇത്രയും മുതൽ മുടക്കി ഇത്ര വേഗം അവർക്കൊരു വാതിൽ തുറന്നു കൊടുക്കാൻ കഴിയുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയിരുന്നില്ല. ഗോഡ് ഈസ് ഗ്രേറ്റ്. നിൻ്റെ ഉള്ളിൽ ദൈവം കൂടിയിരിക്കുന്നുണ്ട്. ഇതൊരിക്കലും വലിയൊരു കാര്യമായി ഞാൻ കരുതുന്നില്ല. ഇന്ന് ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണമായവരിൽ ഒരാൾ സിസ്റ്ററാണ്. പ്രതിഫലോച്ച കൂടാതെ കർമ്മം ചെയ്ത് ജീവിതത്തെ ഫ്രൂട്ട്ഫുള്ളാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്ന സിസ്റ്ററെ കണ്ടാണ് ഞാൻ പഠിച്ചത്. പണ്ട് രാഹുൽ ഒരു കൊച്ചു കുടുംബത്തെ സ്വപ്നം കണ്ടു. അതിൻ്റെ ജീവനോപാധിയായി വളർത്തിയെടുത്ത ശാരദാസ് എന്ന സ്ഥാപനം അവൻ്റെ ജീവിതത്തിന് ഉതകിയില്ല. ഞങ്ങൾ ആഗ്രഹിച്ച ജീവിതം ഇനി ഒരിക്കലും ഉണ്ടാകില്ല സിസ്റ്റർ. രാഹുലിൻ്റെ സമ്പാദ്യം എൻ്റെ കയ്യിലേക്ക് വന്നപ്പോൾ ഇതെന്തിനാണ് എന്ന നിരാശയോടെ ചിന്തിച്ചവളാണ് ഞാൻ. ഭർത്താവില്ല, കുഞ്ഞില്ല, പ്രതീക്ഷകളെല്ലാം മണഞ്ഞു പോയ എനിക്ക് എന്തിനാണ് ഇനി പണം? പക്ഷേ ഇപ്പോൾ അതിനുള്ള ഉത്തരം കിട്ടി. രാഹുൽ വളർത്തിയെടുത്ത ഈ സ്ഥാപനം ഒരുപാട് ജീവിതങ്ങൾക്ക് അത്താണിയാവണം. പ്രതീക്ഷകളും സ്വപ്നങ്ങളും കാണാനുള്ള ധൈര്യവുമാവണം. അതിനുവേണ്ടി ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ രൂപം കൊടുക്കണം സിസ്റ്റർ രാഹുലിൻ്റെ പേരിൽ. അതിനുള്ള ഹെൽപ്പ് സിസ്റ്റർ ചെയ്തു തരുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. വിദ്യ പറഞ്ഞപ്പോൾ സിസ്റ്റർ സന്തോഷത്തോടെ തലയാട്ടി. അത് നല്ല കാര്യമല്ലേ മോളെ? രാഹുലിനെ കുറിച്ചുള്ള സ്നേഹസ്മരണ ഒരുപാട് ഹൃദയങ്ങളിൽ തെളിഞ്ഞു നിൽക്കാൻ അങ്ങനെ ഒരു ഓർഗനൈസേഷൻ കൊണ്ട് സാധ്യമാവും. നിറഞ്ഞ മനസ്സോടെയാണ് വിദ്യ തിരിച്ചു പോന്നത്. ശാരദാസ് വസ്ത്രവിഹാറിനെ മുൻനിർത്തി പുതിയ ചില പദ്ധതികൾ കൂടി അവൾ രൂപം കൊടുത്തു. അശരണരും അനാഥരുമായ മനുഷ്യർക്ക് അത്താണിയായി അനേകം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വഴി തുറന്നു കൊടുക്കുന്ന രാഹുൽ മെമ്മോറിയൽ ചാരിറ്റബിൾ ഫൗണ്ടേഷൻ എന്ന ഓർഗനൈസേഷൻ്റെ രൂപീകരണത്തിന് ക്രിയാത്മക പ്രവർത്തനങ്ങൾക്കും വിദ്യാലക്ഷ്മി വിഭാവനം ചെയ്ത പദ്ധതികൾ കാരണമായി തീർന്നു. തിരക്കുകൾക്കിടയിലും വിദ്യ വീട്ടുകാരുമായി സമ്പർക്കം പുലർത്തിയിരുന്നു. ആ മാസം അവസാനം വിനോദിൻ്റെ വിവാഹമായിരുന്നു. പെരുവന്താനത്തെ വധൂഗ്രഹത്തിൽ ചടങ്ങുകൾ നടത്താനുള്ള അസൗകര്യം മൂലം സൗഗന്ധികം കല്യാണ മണ്ഡപത്തിലാണ് വിവാഹം നടന്നത്. 11:30-ക്കും 12 മണിക്കും ഇടയിലെ ശുഭമുഹൂർത്തത്തിൽ വിനോദ് സുനിതയ്ക്ക് താലി ചാർത്തി. 2 ദിവസം മുൻപ് തന്നെ മുണ്ടക്കയത്തെത്തണമെന്ന് വിദ്യ നിശ്ചയിച്ചിരുന്നതായിരുന്നു. എങ്കിലും ശാരദാമണി ചടങ്ങിനെത്തില്ല എന്ന് തീരുമാനിച്ചതോടെ വിദ്യയുടെ വരവ് മുടങ്ങി. വിവാഹ ദിവസം രാവിലെയാണ് അവൾ കളരിക്കൽ വീട്ടിലെത്തിയത്. ഓഡിറ്റോറിയത്തിൽ വെച്ച് വിദ്യ മനുപ്രസാദിനെ കാണുകയുണ്ടായി. അവൾ അവനോട് മനഃപൂർവ്വം ഒരകലം പാലിച്ചു. സുനിതയുടെ ഗൃഹപ്രവേശന ചടങ്ങുകൾ 4 മണിയോടെ അവസാനിച്ചു. വിമലയുടെയും ചന്ദ്രശേഖരൻ്റെയും നിർബന്ധങ്ങൾ കണ്ടില്ലെന്ന് നടിച്ച് വിദ്യ നെടുമ്പുരയ്ക്കൽ വീട്ടിലേക്ക് അന്ന് തന്നെ തിരിച്ചു പോന്നു. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം മനുപ്രസാദിൻ്റെ കോള് വിദ്യയെ തേടിയെത്തിയെങ്കിലും അവൾ സംസാരിക്കുവാൻ വൈമുഖ്യം കാണിച്ചു. ക്രമേണ മനുപ്രസാദ് വിദ്യയെ വിളിക്കാതെ. ആഴ്ചകൾ കഴിയുന്തോറും വിദ്യാലക്ഷ്മിയുടെ മനസ്സിൽ ഒരു ശൂന്യത നിറഞ്ഞുകൊണ്ടിരുന്നു.
ഒരു സുഹൃത്തായെങ്കിലും മനോപ്രസാദ് തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അവൾ ആഗ്രഹിച്ചിരുന്നു എന്നതായിരുന്നു വാസ്തവം. പക്ഷേ വിമലയുടെ വാക്കുകൾ അവളെ പിന്തിരിപ്പിച്ചു. തൻ്റെ സാന്നിധ്യമോ സംസാരമോ മനുവേട്ടനെ കൂടുതൽ സങ്കടങ്ങളിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നത് കാണാൻ അവൾ ഇഷ്ടപ്പെട്ടിരുന്നില്ല. തിരയടങ്ങാത്ത കടൽ പോലെ രാഹുലും അവൻ്റെ ദുരൂഹമായ വിടവാങ്ങലും അവശേഷിപ്പിച്ച സംശയങ്ങളും മനസ്സിൽ അലയടിച്ചുയരുകയാണ് ഓരോ ദിവസങ്ങളിലും. മരണത്തോളം നീളുന്ന ആ അശാന്തിയും പേറി ജീവിക്കുന്ന താൻ മനുവിൻ്റെ ജീവിതത്തെ നിരാശയിൽ കൊണ്ടുചെന്ന് നിർത്തുകയുള്ളൂ എന്ന് വിദ്യ ചിന്തിച്ചു. ഇനി ഒരിക്കലും തമ്മിൽ കാണുകയോ സംസാരിക്കുകയോ ചെയ്തില്ലെങ്കിലും അവൻ സുഖമായും സന്തോഷമായും ജീവിക്കുന്നു എന്നറിഞ്ഞാൽ മതിയെന്ന് വിദ്യ തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. താനില്ലാതെ മനോപ്രസാദ് എന്ന ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിൽ ഒരിക്കലും പൂർണ്ണമായ സന്തോഷമോ സമാധാനമോ കിട്ടില്ലെന്ന് ആ നിമിഷങ്ങളിൽ വിദ്യയ്ക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല. 3 മാസമായി വാടക കുടിശ്ശികയാണ്. ഹൗസ് ഓണർ രാമേന്ദ്രൻ രാവിലെ കാണാനെത്തുമ്പോൾ വൈശാഖ് തൻ്റെ മുറിയിലെ കട്ടിലിൽ വെറുതെ കിടക്കുകയായിരുന്നു. ഗോവിന്ദക്കുറുപ്പ് ഊന്നുവടി കുത്തി മുറിയിലേക്ക് വന്നു. രാമേന്ദ്രൻ എത്തിയ വിവരം പറഞ്ഞു. വൈശാഖ് ശൂന്യമായ മനസ്സോടെ എഴുന്നേറ്റ് മുൻവശത്തേക്ക് ചെന്നു. രാമേന്ദ്രന് അവനെ കണ്ട് അമ്പരപ്പ് തോന്നി. താടിയും മുടിയും വളർന്നു കിടക്കുന്നു. മുടിയിഴകളിൽ പാതിയും നരച്ചു പോയിരിക്കുന്നു. മാസങ്ങൾക്ക് മുൻപ് വാടക വീട് ചോദിച്ചു വന്ന ചെറുപ്പക്കാരന് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്ന മധ്യവയസ്കനും ഒരാളാണെന്ന് വിശ്വസിക്കുക പ്രയാസം. എത്ര മാസത്തെ റെൻ്റാ പെൻഡിങ്ങിലുള്ളത്? വൈശാഖ് ചോദിച്ചപ്പോൾ രാമേന്ദ്രന് ദേഷ്യം വന്നു. അത് കൊള്ളാം, മാസം 3 വാടക തന്നിട്ട്, എന്നിട്ടതിൻ്റെ കണക്ക് പോലും ഓർമ്മയില്ലെന്നോ? വെറുതെ കണക്ക് മാത്രം ഓർത്തിരുന്നാൽ മതിയോ? പൈസ തരണ്ടേ? നിരുദ്ധകണ്ഠനായ വൈശാഖ് ചോദിച്ചപ്പോൾ രാമേന്ദ്രൻ കൂടുതൽ ക്ഷുഭിതനായി. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ സ്റ്റോറി ഇവിടെ തുടരുകയാണ് കേട്ടോ. നാളെ ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് നമ്മൾ കാണും. മനുവിൻ്റെയും വിദ്യയുടെയും ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവുമോ? ഇനി വിദ്യ നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? വൈശാഖിൻ്റെയും അയാളുടെ അച്ഛൻ്റെയൊക്കെ അവസ്ഥ എന്താണ്? ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നാളത്തെ എപ്പിസോഡിലുണ്ട്. അപ്പം ആരും കേൾക്കാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭദിനം.